ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ഇനി ചൂടേറും. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിനെതിരെ പരാതി നൽകി സുരേന്ദ്രന്റെ പ്രചരണത്തിനായി എത്തിയ കർണാടക MLA ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി. BJP കാഞ്ഞങ്ങാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M ബൽരാജ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകല്യം വെടിഞ്ഞ രാകേഷ് കൂട്ടുപുന്ന താണ്ടിയത് 1200 കിലോമീറ്റർ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ സഞ്ചരിച്ച് തിരിച്ചെത്തിയ രാകേഷിന് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി. പുല്ലൂർ പെരളത്ത് LDF ബൂത്ത് കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കലവറ ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്ത് SDPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ഇനി ചൂടേറും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. SDPI നേതാവ് KM അഷ്റഫ് എന്ന അഷ്റഫ് ബഡാജെ ഉച്ചയോടെ കാസർഗോഡ് കളക്ട്രേറ്റിലെത്തിയാണ് തന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത്. മഞ്ചേശ്വരത്ത് SDPI മത്സരരംഗത്ത് തുടർന്നാൽ ന്യൂനപക്ഷ വോട്ട് വിഭജിക്കുവാൻ ഇടയുണ്ടെന്നും അതുവഴി BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വിജയിക്കുവാൻ സാധ്യതയുണ്ടെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിക്കുവാൻ തീരുമാനമെടുത്തതെന്നാണ് വിവരം. മഞ്ചേശ്വരത്ത് SDPI പത്രിക നൽകിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുവാൻ പറഞ്ഞതിനാൽ KM അഷ്റഫ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം ഒഴിച്ച് മറ്റുള്ള എല്ലാ സ്ഥാനങ്ങളും രാജിവെച്ചു. വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്നത് അറിയില്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമായി ഉണ്ടാകുമെന്നും KM അഷ്റഫ് KCN ന്യൂസിനോട് പറഞ്ഞു. പാർട്ടിയാണ് എന്നെ മത്സരിക്കാൻ പറഞ്ഞത്. പാർട്ടി തന്നെ പിൻവലിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിൻവലിച്ചു. പാർട്ടി അങ്ങനെ തീരുമാനം കാരണം എന്തെന്ന് എനിക്കത് വ്യക്തമായിട്ടില്ല. എന്നാലും പാർട്ടി പറഞ്ഞത് കൊണ്ട് ഞാൻ പിൻവലിച്ചു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ UDF-ഉമായിട്ട് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടാവാന്നാണ് വിചാരിക്കുന്നത്. അല്ല, അത് അങ്ങനെ ഇല്ല. അവിടെ SDPIക്ക് ഈ പ്രാവശ്യം ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാവുന്നു, പ്രാദേശികമായിട്ട് മനസ്സിലാവുന്നു. അത് ചില ജില്ലാ ഘടകം എല്ലാവരും അല്ല, ചില ജില്ലാ ഘടകവും അതുപോലെ തന്നെ അത് അങ്ങനെ ഒരു UDF ആയിട്ട് ചർച്ച ചെയ്തു എന്നാണ് തോന്നുന്നത്. പാർട്ടി ഭാരവാഹിത്വമൊക്കെ രാജിവെച്ചു. ജില്ലാ പ്രസിഡന്റിന്റെ അടുത്ത് നിന്ന് പാർട്ടി ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് അവിടുന്ന് വരുന്നത്. ഞാൻ പ്രാഥമിക അംഗത്വത്തിന്റെ കാര്യത്തിൽ ആലോചിക്കുന്നുണ്ട്. അത് ഞാൻ ഒന്ന് കൂടി ആലോചിക്കാനുണ്ട്. എനിക്ക് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്. അവരൊക്കെ നിരാശയാണ്. അവരോടൊക്കെ ഒന്ന് കൂടി ആലോചിച്ചിട്ട്. വ്യക്തിപരമായ സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ വിശ്വസിക്കുന്ന പ്രവർത്തകരല്ലാതെ കുറേ ആൾക്കാരുണ്ടായിരുന്നു നമ്മളോട് സപ്പോർട്ട് ചെയ്ത. അതിൽ ഇന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കമുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരടക്കം നമ്മളെ കുറേ ഈ കാര്യത്തിൽ പിന്തുണച്ചിട്ടുണ്ട്. അവരുടെ ഒരു വിശ്വാസം അവനക്ക് ഇതാക്കാൻ കഴിഞ്ഞില്ല എന്നൊരു വിഷമം ഉണ്ട്, പ്രയാസം. തീർച്ചയായും ഉണ്ടാവും. അത് ഞാൻ വരും ദിവസങ്ങളിൽ പറയാം. വലിയ പ്രതിഷേധമുണ്ട് ഈ തീരുമാനത്തിൽ. അണികൾക്ക് നല്ല പ്രതിഷേധമുണ്ട്, ഇല്ലാന്നില്ല, പ്രതിഷേധമുണ്ട്. പക്ഷെ അത് നേതൃത്വം പറഞ്ഞ് മനസ്സിലാക്കും തന്നെ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പാർട്ടിയെ ഒരു അവിടെ ഒരു ഭിന്നിപ്പുണ്ടാക്കാനൊന്നും ഞാൻ ശ്രമിക്കുന്നില്ല. സീറ്റില്ല. അത് ഇപ്പോഴും എന്നെ ബോധ്യപ്പെടുത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. അതേ നിലപാട് ഇപ്പോഴും അതേ നിലപാടൊന്നും മാറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും
അവിടെയുള്ള നിലപാടൊന്നും ഒരു മാറ്റവും ഇല്ല. നേരത്തെ പറഞ്ഞ അതേ നിലപാടിലാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത, ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ കുറേ ദിവസമായി പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി അവരോടൊന്ന് കൂടിയാലോചിച്ച് ചെയ്യുള്ളൂ. തീർച്ചയായിട്ടുണ്ട്. അതിനുള്ള പ്രതിഷേധവും സങ്കടവുമുണ്ട്. ഒരു ജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ എന്തിനു വേണ്ടിയാണ് പാർട്ടി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് അവർ എന്നെ മനസ്സിലാക്കും എന്നാണ്, മനസ്സിലാക്കിയിരിക്കും. അത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രാഥമിക അംഗത്വത്തിൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് ആലോചിക്കാനുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിനെതിരെ പരാതി നൽകി സുരേന്ദ്രന്റെ പ്രചരണത്തിനായി എത്തിയ കർണാടക MLA ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനക്കെതിരെയാണ് പരാതി. മഞ്ചേശ്വരം MLAയും UDF സ്ഥാനാർത്ഥിയുമായ AKM അഷ്റഫിനെതിരെ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് ഏജന്റ് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രന്റെ പ്രചരണത്തിനായി എത്തിയ കർണാടക MLA ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് പ്രകോപനവും വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന രീതിയിലും പ്രസ്താവന നടത്തിയെന്നാണ് പരാതി. മംഗലാപുരത്ത് നടന്ന ഒരു കൊലപാതകത്തിനു ഉത്തരവാദിയാണ് ഡോക്ടർ ഭരത് ഷെട്ടി എന്ന രീതിയിലാണ് അഷ്റഫ് സന്മാർഗ എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. കൊലപാതകം പോലീസ് അന്വേഷിച്ച് യഥാർത്ഥ കുറ്റവാളികൾക്കെതിരെ കർണാടകയിൽ കുറ്റപത്രം നൽകിയിട്ടുള്ളതാണെന്നും പ്രസ്തുത സംഭവവുമായി ഡോക്ടർ ഭരത്തിന് യാതൊരു ബന്ധവുമില്ലെന്നും മഞ്ചേശ്വരത്തെ വോട്ടർമാർക്കിടയിൽ മതപരമായ വിഭാഗീയത ഉണ്ടാക്കാൻ മതത്തിന്റെ പേരു പറഞ്ഞുകൊണ്ടാണ് അഭിമുഖത്തിൽ അഷ്റഫ് സംസാരിച്ചിട്ടുള്ളതെന്നും സുരേന്ദ്രൻ നൽകിയ പരാതിയിൽ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. BJP കാഞ്ഞങ്ങാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M ബൽരാജ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP കാഞ്ഞങ്ങാട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M ബൽരാജ് പറഞ്ഞു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ MLA എന്ന നിലയിൽ കേന്ദ്രത്തിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിനായുള്ള ഫണ്ടുകൾ കൊണ്ടുവരാൻ താൻ പരമാവധി ശ്രമിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മണ്ഡലത്തിൽ സമഗ്ര വികസനത്തിന് NDA ജയിപ്പിക്കണമെന്നും പുതുതലമുറ ഈ തെരഞ്ഞെടുപ്പിൽ NDAക്കൊപ്പമെന്നും അതുകൊണ്ട് തന്നെ LDF UDF കുത്തക മണ്ഡലങ്ങളിൽ ഇത്തവണ അട്ടിമറി വിജയം നേടുമെന്നും ബൽരാജ് പറഞ്ഞു. കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തില് NDA BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ. പത്രമാധ്യമ സുഹൃത്തുക്കള് പരമാവധി എന്നെ സഹായിക്കുന്നുണ്ട്. റിപ്പോർട്ടുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 ദിവസമായി. എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് BJPയോട്. BJP കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാഞ്ഞങ്ങാടിൻ്റെ സമഗ്ര വികസനത്തിന് ഇടത് വലത് മുന്നണികൾ കാര്യമായി ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയാണുള്ളത്. ഒരു MLA എന്ന നിലയിൽ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഒരു MLA എന്ന നിലയിൽ കേന്ദ്രത്തിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് കാഞ്ഞങ്ങാടിന്റെ സമഗ്ര വികസനത്തിനായുള്ള ഫണ്ടുകൾ കൊണ്ടുവരാൻ പരമാവധി ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിക്ക് വേണ്ട ഏറ്റവും ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ വാണിജ്യ മേഖലയിലാവട്ടെ കാഞ്ഞങ്ങാട് സംസ്ഥാനത്തിലെ 1-ാം നമ്പർ മണ്ഡലമാക്കി മാറ്റാൻ ഞാൻ പരമാവധി ശ്രമിക്കും. സംസ്ഥാന സമിതി അംഗം A വേലായുധൻ, മണ്ഡലം പ്രസിഡന്റ് M പ്രശാന്ത്, സെക്രട്ടറി M പ്രദീപ് കുമാർ എന്നിവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതം പറഞ്ഞു. മനോരമ ലേഖകൻ ഹരി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പുല്ലൂർ പെരളത്ത് LDF ബൂത്ത് കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. ഷാജി എടമുണ്ട ഉദ്ഘാടനം നിർവഹിച്ചു. ഉദുമ നിയോജക മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവിന്റെ വിജയത്തിനു വേണ്ടിയുള്ള 205-ാം നമ്പർ ബൂത്ത് LDF കമ്മിറ്റി രൂപീകരണ യോഗം പുല്ലൂർ പെരളത്ത് നടന്നു. പുല്ലൂർ ലോക്കൽ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ഷാജി എടമുണ്ട യോഗം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അഭൂതപൂർവമായ വികസന പ്രക്രിയകൾ കാഴ്ചവെച്ചത് ഗവൺമെന്റ് തുടർച്ച എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹമാകെ ആഗ്രഹിക്കുന്നതാണ്.
തീർച്ചയായും അതിനോടൊപ്പം നിൽക്കാൻ ഉദുമയിലെ ജനങ്ങളും സന്നദ്ധരാകുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ കാല ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ഉദുമയുടെ വികസന ശില്പി സഖാവ് CH കുഞ്ഞമ്പൂവിനെ വിജയിപ്പിക്കാൻ ആവശ്യമായ വലിയ ആവേശകരമായ പോരാട്ടത്തിലാണ്, ഇടപെടലിലാണ് ഉദുമയിലെ വോട്ടർമാർ ഒന്നാകെ. തീർച്ചയായും അതിൽ നമുക്ക് ആശങ്കയൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളുടെ അമിതമായ ആത്മവിശ്വാസം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ കഴിഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളിൽ തിരഞ്ഞെടുപ്പ് ആ ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. നമ്മളെ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയ സർക്കാരിന് അനുകൂലമായി കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചിലയിടങ്ങളിൽ അമിതമായ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ, ചില നമ്മുടെ പ്രവർത്തകന്മാർ വേണ്ടത്ര ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാത്തതിന്റെ ഫലമായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു നേരിയ തിരിച്ചടി നമുക്ക് ഉണ്ടായിട്ടുണ്ട് കാണാൻ വേണ്ടി കഴിയുന്നു. ഗംഗാധരൻ മാസ്റ്റർ മാക്കരങ്കോട്ട അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ടി ബിന്ദു, വി നാരായണൻ മാസ്റ്റർ, പഴയകാല പാർട്ടി പ്രവർത്തകൻ പി നാരായണൻ എന്നിവർ സംസാരിച്ചു. പി കുഞ്ഞിക്കേളു സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ക്രെഡിറ്റ് സൊസൈറ്റികൾക്ക് ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ഫാർമസിസ്റ്റുകൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഫാർമസിസ്റ്റുകളുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പ്രാഥമിക കാർഷിക ക്രെഡിറ്റ് സൊസൈറ്റികൾ ഫാർമസിസ്റ്റുകൾ ഇല്ലാതെ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകൾ അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. KPPA ജില്ലാ പ്രസിഡന്റ് H ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ക്വാളിഫിക്കേഷൻ വേണ്ട, ശമ്പളവും കൊടുക്കണ്ട, ഞാൻ തുച്ഛമായ ശമ്പളം കൊടുക്കും. അതുകൊണ്ട് കോർപ്പറേറ്റുകളുടെ ദാസന്മാരാകുന്ന കേന്ദ്ര ഗവൺമെന്റ് നയം തിരുത്തണം, ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കണം, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കണം. അല്ലാതെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള താല്പര്യം, അതാണ് കേന്ദ്ര ഗവൺമെന്റ്. അതിനെതിരെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് സമസ്ത മേഖലകളിലും ഇന്ന് പ്രതിഷേധം ഉയർന്നു വരുന്നത്. ആക്കും പോലും പ്രവർത്തിക്കൊരു വില വേണ്ടേ? ഇപ്പൊ പ്രളയം വന്നപ്പോൾ പ്രധാനമന്ത്രി വന്നല്ലോ വയനാട്ടിൽ. KPPA സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ, സംസ്ഥാന ട്രഷറർ സജിത് കുമാർ T, പ്രിയംവദ P, സുരേഷൻ TV, ശിവകുമാർ M, ഷീന VV, കൈറുനിസ M, ഭാസ്കരൻ P തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി കൃഷ്ണവർമ്മ രാജ സ്വാഗതം പറഞ്ഞു. ട്രഷറർ വിനോദ് കുമാർ KN നന്ദി പറഞ്ഞു. കേന്ദ്ര സർക്കാർ എടുത്ത ഈ പരിപാടി ഇത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്ന് ധർണയിൽ ഫാർമസിസ്റ്റുകൾ ആവശ്യപ്പെട്ടു. ചെറുവത്തൂർ കൈതക്കാട് മാലിന്യ ശേഖരണ കേന്ദ്രത്തിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായില്ല. തരംതിരിച്ച മാലിന്യങ്ങളും യന്ത്ര സാമഗ്രികളും ഉൾപ്പെടെ ഏതാണ്ട് 5 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഹരിതകർമ്മ സേനയിൽ നിന്നുൾപ്പെടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് കയറ്റി അയക്കുന്ന ചെറുവത്തൂർ കൈതക്കാട്ടെ സംസ്കരണ കേന്ദ്രത്തിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് വൻ തീപിടുത്തമുണ്ടായത്. തൃക്കരിപ്പൂർ ഉൾപ്പെടെ അഗ്നിരക്ഷാസേനയുടെ 5 യൂണിറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ചെറുവത്തൂർ കൈതക്കാട്ടെ സ്വകാര്യ ഗ്രൂപ്പിന്റെ സംസ്കരണ കേന്ദ്രത്തിലെ കൂറ്റൻ ഷെഡും യന്ത്ര സാമഗ്രികളും തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായി. 5 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി അധികൃതർ പറഞ്ഞു. ബുധനാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് UK കുഞ്ഞബ്ദുള്ളയുടെ ഉടമസ്ഥതയിലുള്ള കൈതക്കാട്ടെ മഹ്യൂബ വേസ്റ്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന് തീപിടിച്ചത്. പ്ലാസ്റ്റിക്, തുണി ഉൾപ്പെടെ സംസ്കരണത്തിനും കയറ്റി അയക്കുന്നതിനുമായി സൂക്ഷിച്ച മാലിന്യങ്ങളും യന്ത്ര സാമഗ്രികളുമാണ് കത്തിനശിച്ചത്. തൃക്കരിപ്പൂർ, ചീമേനി, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, കാസർഗോഡ് അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്ന് ഫയർ എഞ്ചിനുകളും സേനാംഗങ്ങളും സ്ഥലത്തെത്തി തീയണക്കുന്നതിന് നേതൃത്വം നൽകി. ഏതാണ്ട് 5 മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. പ്ലാസ്റ്റിക് കത്തിയമർന്ന പ്രദേശത്തും പയ്യങ്കി മുതൽ ചെറുവത്തൂർ, പിലിക്കോട് പഞ്ചായത്തുകളുടെ തീരമേഖലയിൽ രാക്ഷസീയ ഭാവത്തിൽ കറുത്ത പുകപടലങ്ങൾ നിറഞ്ഞിരുന്നു. നാട്ടുകാരുടെ സഹകരണത്തോടെയാണ് തീയണക്കൽ അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്ക് വേഗത്തിലാക്കാൻ കഴിഞ്ഞത്. പോലീസ്, വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ, സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. പുകപടലങ്ങൾ ദിവസങ്ങളോളം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ മാരക രോഗങ്ങൾ ബാധിച്ച് ചികിത്സ തേടുന്നവർ, കുട്ടികൾ, ഗർഭിണികൾ തുടങ്ങിയവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുകയും ചെയ്തു.
അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ടാണ് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും വിവിധ വിഭാഗങ്ങളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജനകീയ ബാങ്കിംഗ് നിലനിർത്തണമെന്ന ആഹ്വാനത്തോടെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ 80ാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. പരിപാടി ജില്ലാ സെക്രട്ടറി ആനന്ദ് MK ഉദ്ഘാടനം ചെയ്തു. ജനകീയ ബാങ്കിംഗ് നിലനിർത്തണമെന്ന ആഹ്വാനത്തോടെ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ 80ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു. AIBEA ജനകീയ ബാങ്കിങ്ങിന്റെ കാവലാൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി കാഞ്ഞങ്ങാട് ടൗണിൽ വെച്ച് നടന്ന പൊതുയോഗത്തിൽ ജില്ലാ ചെയർമാൻ PV സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഹരിശങ്കർ VV സ്വാഗതം പറഞ്ഞ പരിപാടി ജില്ലാ സെക്രട്ടറി ആനന്ദ് MK ഉദ്ഘാടനം ചെയ്തു. മാറ്റങ്ങൾ ആദ്യമായി കൊണ്ടുവന്നു. ആ കാലത്ത് പാർലമെന്റിൽ അതിനുവേണ്ടി സംസാരിച്ചിരുന്നത് AIBയുടെ നേതാവായിട്ടുള്ള ആ സമയത്തെ പാർലമെന്റിലെ മെമ്പറായിട്ടുള്ള പ്രഭാകർ ആയിരുന്നു. അപ്പം തൊട്ട് നമ്മൾ കൃത്യമായിട്ട് ഈ ബാങ്കിങ് മേഖലയ്ക്ക് എങ്ങനെ സമൂഹത്തിന് ഉപയോഗകരമായിട്ട് മാറ്റിയെടുക്കാമെന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പഞ്ചാബിൽ ജലന്ധറിൽ വെച്ച് നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 1950 ആദ്യമായിട്ട് ബാങ്കുകൾ ദേശസാൽക്കരിക്കണം എന്നുള്ള പ്രമേയം കൊണ്ടുവരുന്നത്. ആ പ്രമേയം ആദ്യമായി കൊണ്ടുവരുന്നത് AIB എന്ന മഹാപ്രസ്ഥാനമാണ്. കഴിഞ്ഞിട്ട് ആ കാലയളവിന് ശേഷം 1969 നമ്മുടെ ആ നിരന്തരമായ തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾക്ക് ശേഷം 1969 ആദ്യമായിട്ട് ദേശസാൽക്കാരം സംഭവിച്ചു. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി N വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. റിട്ടയറീസ് ഫെഡറേഷൻ സെക്രട്ടറി KV ഗംഗാധരൻ, ഓൾ കേരള ബാങ്ക് ജുവൽ അപ്രൈസേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KN അതിരഥൻ എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് ടൗൺ കമ്മിറ്റി സെക്രട്ടറി റിജിൻ P നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മിൽമ കാസർഗോഡ് ഡയറിയിലെ ജീവനക്കാർക്ക് സുരക്ഷാ ക്രമീകരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടി സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ P വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. 1966 രൂപീകൃതമായ നാഷണൽ സേഫ്റ്റി കൗൺസിൽ അതിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ നാഷണൽ സേഫ്റ്റി കൗൺസിലിന്റെ കേരള ചാപ്റ്ററായ സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരളയുമായി ചേർന്ന മിൽമ കാസർഗോഡ് ഡയറിയിൽ ജീവനക്കാർ പ്ലാന്റിൽ ജോലിയെടുക്കുന്ന സമയത്തും വിവിധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായി ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു. സേഫ്റ്റി കൗൺസിൽ ഓഫ് കേരള വൈസ് ചെയർമാൻ കൂടിയായ P വേണുഗോപാൽ ട്രെയിനിംഗ് ക്ലാസ് കൈകാര്യം ചെയ്തു. 3000 കിലോഗ്രാമിന്റെ വെയിറ്റ് വരും. നിങ്ങളുടെ തലയിൽ ഒരു ആണി വെച്ചിട്ട് 3000 കിലോ അടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? തല പൊട്ടിച്ചതുപോലെ പോലും. ആ ഒരു അവസ്ഥ മാറ്റിയിട്ട് ഹെൽമെറ്റ് ഇടുമ്പോൾ എങ്ങനെയാണ് സേഫ് ആവുന്നത്? ഹെൽമെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തല മൊത്തം കവർ ചെയ്യുന്ന ഒരു സർഫസ് ആണ്, റൗണ്ട് ആയിട്ടുള്ള ഒരു സർഫസ്. പക്ഷെ ആ സർഫസിന്റെ ഏരിയ ഏകദേശം 14 സ്ക്വയർ ഇഞ്ച് വരും. അപ്പൊ ഈ 3000 കിലോ 14 സ്ക്വയർ ഇഞ്ചിലാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് വരുന്ന ലോഡ് വല്ല 3 കിലോ 4 കിലോ ആ ലെവലേ വരും. അപ്പൊ അതുകൊണ്ട് ഈ ഇമ്പാക്റ്റ് നിങ്ങളെ ബാധിക്കില്ല, നിങ്ങളുടെ തലയെ ബാധിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ഇടണമെന്നാണ്. പക്ഷെ ഹെൽമെറ്റ് വെറുതെ ഇട്ടിട്ട് കാര്യമില്ല. അതിൻ്റെ അടിയിൽ ഒരു ബെൽറ്റ് ഉണ്ട്. ആ ബെൽറ്റ് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. വെറുതെ ആരുടെ വാലികൾ കൂട്ടിയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. നിങ്ങൾ വീഴുന്നതിന് മുമ്പേ ഹെൽമെറ്റ് പോകും. ചടങ്ങിൽ മിൽമ കാസർഗോഡ് ഡയറി മാനേജർ സ്വീറ്റി വർഗീസ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഡയറി പേഴ്സണൽ വിഭാഗം തലവൻ വികാസ് ചന്ദ്രൻ സ്വാഗതവും യൂണിയൻ പ്രതിനിധികളായ തമ്പാൻ, ഹരിശങ്കർ, പ്രൊഡക്ഷൻ വിഭാഗം തലവൻ വിനോജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. LDF തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ ആദ്യഘട്ട മണ്ഡലം പര്യടനം വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുകയാണ്. പര്യടനം ഉദയന്നൂർ സെൻട്രലിൽ നിന്നാണ് തുടക്കമിട്ടത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഇത്തവണ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളൂ എന്നതിനാൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പ്രധാന കേന്ദ്രങ്ങൾ തെരഞ്ഞെടുത്താണ് വോട്ടഭ്യർത്ഥന നടത്തിവരുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫയുടെ ആദ്യഘട്ട മണ്ഡലം പര്യടനത്തിന്റെ 2ാം ദിനം പടന്ന പഞ്ചായത്തിലെ ഉദിനൂർ സെൻട്രലിൽ നിന്നാണ് തുടക്കമിട്ടത്. മൂന്നാമതും ഇടത് സർക്കാർ അധികാരത്തിൽ വരേണ്ടത് വികസന തുടർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ VPP മുസ്തഫ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരോട് പറഞ്ഞു. അത്ര ഗുരുതരമാണ് സാഹചര്യം.
അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെ ലോകോത്തരമായി മാറിയിട്ടുള്ള കേരള വികസന മാതൃകയെ സംരക്ഷിച്ച് നിലനിർത്താം? വലതുപക്ഷത്തെ ഏൽപ്പിച്ചാൽ നടക്കും. നടക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് 2011-16 കാലത്തെ UDF ഭരണം. എത്ര മോശമായ സാഹചര്യമാണ് അന്നത്തെ UDF ഭരണത്തിൽ ഉണ്ടായത്. 600 രൂപയെ മാസം കൊടുക്കേണ്ടിയിരുന്നു അന്നത്തെ ഭരണത്തിൽ, UDF ഭരണത്തിൽ ക്ഷേമ പെൻഷൻ. അത് 18 മാസം കൊടുക്കാതിരുന്നതാണ്. ആകെ 60 മാസത്തേക്കാണ്, 5 വർഷത്തേക്കാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത്. അതിൽ 18 മാസം, ഏതാണ്ട് 1/3 കാലം 600 രൂപയുടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാതിരുന്നവരാണ് പഴയ UDF ഭരണം. പടന്ന ചെറുവത്തൂർ പഞ്ചായത്തുകളിലെ 23 കേന്ദ്രങ്ങളിൽ LDF പ്രവർത്തകരൊരുക്കിയ സ്വീകരണങ്ങൾ VP മുസ്തഫ ഏറ്റുവാങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ VV കൃഷ്ണൻ, മാധവൻ മണിയറ, PC സുബൈദ, E കുഞ്ഞിരാമൻ, VKP ഹനീഫ ഹാജി, M സുമേഷ്, P കുഞ്ഞിക്കണ്ണൻ, റസാഖ് പുഴക്കര തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞു. മഞ്ചേശ്വരത്തെ SDPI സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചു. ഇനി ചൂടേറും. മഞ്ചേശ്വരത്ത് AKM അഷ്റഫിനെതിരെ പരാതി നൽകി സുരേന്ദ്രൻ. സുരേന്ദ്രന്റെ പ്രചരണത്തിനായി എത്തിയ കർണാടക MLA ഡോക്ടർ ഭരത് ഷെട്ടിക്കെതിരെ അഷ്റഫ് നടത്തിയ പ്രകോപനപരമായ പ്രസ്താവനയ്ക്കെതിരെയാണ് പരാതി. BJP കാഞ്ഞങ്ങാട്ട് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് കാഞ്ഞങ്ങാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി M ബൽരാജ്. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ സംഘടിപ്പിച്ച മീറ്റ് ദ കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വൈകല്യം വെടിഞ്ഞ രാകേഷ് കൂട്ടുപുന്ന താണ്ടിയത് 1200 കിലോമീറ്റർ. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ സഞ്ചരിച്ച് തിരിച്ചെത്തിയ രാകേഷിന് ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹാദരം നൽകി. പുല്ലൂർ പെരളത്ത് LDF ബൂത്ത് കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. മാനടുക്കം ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന കൊടിയേറ്റ് ആറാട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കം. കലവറ ഘോഷയാത്ര നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.